കേരള ഫോറസ്റ്റ് ആക്ട് 1961 പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വിമർശനവുമായി BJP രംഗത്തെത്തി. നിലവിലെ നടപടി വനംവകുപ്പിന് അമിത അധികാരം നൽകുന്നതായി മാറുമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി VN സുരേഷ് അടിമാലിയിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നടപടി കുടിയേറ്റ ജനതയെ വെല്ലുവിളിക്കുന്ന നിലയിലാണ്. ഭേദഗതിയുടെ പേരിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഴിഞ്ഞാടുന്ന സ്ഥിതി ഉണ്ടാകുമെന്നും VN സുരേഷ് അടിമാലിയിൽ പറഞ്ഞു. കേരളത്തിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്ന വനനിയമ ഭേദഗതി ബിൽ കേരളത്തിലെ കുടിയേറ്റ ജനതയെ വെല്ലുവിളിക്കുന്ന ഒരു ബില്ലാണ്. 70% കർഷകരും വനഭൂമിയോട് ചേർന്ന് താമസിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. പുതിയ വനനിയമ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഭേദഗതികൾ കർഷകരെ ദ്രോഹിക്കുന്നതും അതോടൊപ്പം അവരെ കുടിയിറക്കി വിടുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാർ ഉപാധിയാക്കുന്ന ഒരു ബില്ലാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് വനം വകുപ്പിൻ്റെ ബാധ്യതയാണെന്നിരിക്കെ അതിന് നടപടി സ്വീകരിക്കാതെ ജനങ്ങളെ ഇറക്കിവിടുന്ന ഒരു സമീപനത്തിന് വേണ്ടി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബില്ലിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. വന്യജീവികളെ സംരക്ഷിക്കേണ്ടത് വനം വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണെന്നിരിക്കെ അത് പാവപ്പെട്ട കർഷകരുടെയും കുടിയേറ്റക്കാരുടെയും മേലിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഈ നിയമത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതിഷേധിക്കുകയും ഇതിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു കൊള്ളുകയാണ്. ഈ ബില്ലിലൂടെ വനം വകുപ്പിന് അമിതാധികാരം കൊടുത്താൽ ജനങ്ങളുടെ മുകളിൽ കുതിര കയറുവാനുള്ളൊരു അവസരം അനാവശ്യമായി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുമൂലം സാധാരണക്കാരായ കർഷകർക്കും അതുപോലെ തന്നെ കുടിയേറ്റ കർഷകർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് കേരളത്തിലെ കർഷകരെ ദ്രോഹിക്കാനുള്ള സമീപനം വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനാൽ ഈ നിയമത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്.